കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് സമാധാനം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നത്തേം പോലെ ഇന്ന് ദൈവം നമുക്കൊരു പ്രഭാതം തന്നതിന് ഈശോയോട് നമുക്ക് ചേർന്ന് നിന്ന് ഒത്തിരി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം കേട്ടോ. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ആവേ മരിയ. അപ്പോൾ ക്രൂശിതനായ ഈശോയോടൊപ്പമുള്ള യാത്രകളാണ് ഈ നാളുകളിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയാം. അപ്പോൾ വളരെയധികം ആഴപ്പെട്ട് ഈശോയുടെ തിരുമുറിവുകളോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് മറക്കരുത്. ധ്യാനിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവിളി ഉണ്ടല്ലേ. അപ്പോൾ ഈ ദൈവവിളി എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് ആ ദൈവവിളിയോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് വളരെ എൻ്റെ ജീവിതത്തിൽ നിന്നും തന്നെ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. അതിനപ്പുറത്ത് മറ്റൊരാളുടെ ജീവിതം കണ്ടിട്ടല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ ചാനലിലൂടെ എൻ്റെ ഈ ഓഡിയോ കേൾക്കുമ്പോൾ ഒരിക്കലും അത് ഫേക്കായിട്ട് നിങ്ങളതിനെ കാണാതിരിക്കുക. വളരെ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കാനായിട്ട്. കാരണം പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൂടെയുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ വെളിച്ചം നിങ്ങളിലേക്ക് എത്തണം, ഓരോ ആത്മാക്കളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് പല ആളുകളും നമ്മളെ എന്താ പറയുക, വേറെ രീതിയിലൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് വളരെ അഭിമാനമാണ്, ക്രിസ്തുവിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഒരു അക്രൈസ്തവ എന്ന നിലയിൽ യേശുവിനെ പ്രഘോഷിക്കുവാനും ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ കാര്യത്തേക്കാൾ ഉപരിയായിട്ട് ഞാൻ യേശുവിൽ അഭിമാനിക്കുന്നു. കാരണം കർത്താവിനെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു എന്താ പറയുക സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഞാൻ മാത്രമല്ല, എനിക്ക് മാത്രം കിട്ടണമെന്ന് ഞാൻ ചിന്തിച്ചാൽ അതെൻ്റെ അഹങ്കാരമായി പോകും, ഇല്ലേ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് കിട്ടുക, അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുക, അവർ രക്ഷ പ്രാപിക്കുക. എങ്ങനെയാണ് ജീവിതത്തിലും, നമ്മുടെ ഈ ലൗകിക ജീവിതത്തിലും അതോടൊപ്പം തന്നെ സ്വർഗീയ ജീവിതത്തിലും രക്ഷ പ്രാപിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ വളരെ വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുക്കുക. നമ്മളിവിടെ ഒരു വചനം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവിടെ നമ്മൾ പ്രായമോ അല്ലെങ്കിൽ അവരുടെ ജാതിയോ മതമോ ഒന്നും അല്ല നോക്കേണ്ടത്. ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യും, നിങ്ങൾക്കത് ഹൃദയത്തിൽ കൊള്ളും. ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് മടുപ്പ് ഫീൽ ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാവിലാണ് സംസാരിക്കുന്ന ഒരു കാര്യം ഒരു ദൈവ പൈതൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയിൽ അത് ചേഞ്ചസ് ഉണ്ടാക്കും. അത് നമുക്ക് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള അത് എന്താ പറയുക, എന്തോ ഒരു വലുത് കിട്ടിയതുപോലൊരു അനുഭവമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവവിളിയിൽപ്പെട്ടവരാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ദൈവം വിളിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവവിളിയുടെ ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ സാക്ഷ്യപ്പെടുത്തൽ എല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. ഓർക്കുക, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിയാണെങ്കിൽ, യേശുവിനെ സാക്ഷ്യപ്പെടുത്താനായിട്ട് നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതൊരു ദൈവവിളിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുന്ന പോലെ, തിരുവചനത്തിലൂടെ പറയുന്നത് പോലെ ദൈവവിളിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ജീവിക്കുന്നത് ദൈവവിളിക്ക് അനുസൃതമായിട്ടാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, കർത്താവ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ ഈശോ ഒരുപാട് സഹനങ്ങളിലൂടെ ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് ഇവിടെ സംഭവിക്കുന്നത്, ഈശോ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ
ഈശോ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ഈശോ ഒരനുഭവം കൊടുക്കുകയാണ് ചെയ്യുക. ജസ്റ്റ് ഒരു സഹനം, ഏതെങ്കിലും ഒരു സഹനം കൊടുക്കുക. അത് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ വഴിയാവാം, ചിലപ്പോൾ നമ്മളെ തന്നെ ദൈവം ശുദ്ധീകരിക്കുന്നതാവാം, മറ്റുള്ള വ്യക്തികളിലൂടെ നമ്മളെ ശുദ്ധീകരിക്കുന്നതാവാം. ഏത് സാഹചര്യത്തിലൂടെ വേണമെങ്കിലും അതാണ് നമ്മുടെ ദൈവിക ജീവിതത്തിൻ്റെ ഒരു വിളിയുടെ തുടക്കം എന്ന് പറയുന്നത്. അതാണ് ഒരു സഹനത്തിലൂടെയായിരിക്കും, ഒരനുഭവത്തിലൂടെയായിരിക്കും കർത്താവ് നിങ്ങളെ വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടരെ സഹനം അനുഭവിക്കുന്ന ദൈവമക്കളാണെങ്കിൽ അതിൽ നിങ്ങൾ നിരാശപ്പെടുകയേ വേണ്ട. നിങ്ങൾ കൂടുതൽ ഈശോയോട് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അയ്യോ എനിക്ക് ദൈവം ഇങ്ങനെ സഹനം തന്നല്ലോ, ചുറ്റുമുള്ള ആളുകളൊക്കെ എത്ര സുന്ദരമായിട്ട് ജീവിക്കുന്നത്, ഞാൻ മാത്രം ഇങ്ങനെ ആയി പോയല്ലോ, എന്നെ മാത്രം കർത്താവ് എന്തെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരിൽ നിന്നൊക്കെ ഡിഫറെൻ്റായിട്ട് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുക. അതിൽ നമ്മൾ സന്തോഷിക്കുക. അത് നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം വലുത് കരുതി വെച്ചിരിക്കുന്നു. അത് ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടിയും നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളൊരു ഉപകരണമാകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സഹനത്തിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സാമ്പത്തിക തകർച്ചകൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തളരാതെ അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം. കൂടുതൽ ഈശോയോട് ചേർന്നിരിക്കണം. കാരണം കർത്താവ് നമ്മളിൽ നിന്നും എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദ്യം തന്നെ ഈശോ നമ്മളെ വിളിക്കുന്നത് സഹനത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സഹനം നമുക്ക് തന്നിട്ട് ആ സഹനത്തിലൂടെ ഈശോയോട് ഒട്ടി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തലുകൾ തരാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ദൈവവിളിയുള്ള ദൈവമക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നതും ഈ സഹനം തന്നെയാണ്. ഇനി ആ സഹനത്തിലൂടെ ഈശോ നമ്മളൊരു ശുദ്ധീകരണം നടത്തുന്നുണ്ട്. ചില ആളുകൾക്ക് അത് ചിലപ്പോൾ ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കും. കാരണം ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ വിശുദ്ധീകരണം എത്രത്തോളം ആഴപ്പെടുന്നുണ്ട് ആഴപ്പെടണമെന്നനുസരിച്ചായിരിക്കും അവർക്ക് ദൈവം എന്ത് ചെയ്യുന്നത്? ഈ വിശുദ്ധീകരണം കൊടുക്കുന്നത്. ചില ആളുകൾ അപമാനത്തിലൂടെയായിരിക്കും അവർക്ക് ശുദ്ധീകരണം കൊടുക്കുക. കാരണം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും ഈശോ അത് ചെയ്തു കൊടുക്കുന്നുണ്ടാവുന്നത്. ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളായിരിക്കും, ചില ആളുകൾക്ക് രോഗങ്ങളായിരിക്കും. കാരണം അവർ ആത്മാവിന് താങ്ങാൻ പറ്റുന്നതും ആ ആത്മാവിന് വിശുദ്ധീകരണം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന മേഖലകൾ അവർക്ക് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ നമുക്ക് ഇതുപോലുള്ള ശുദ്ധീകരണങ്ങൾ തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ സഹനത്തെ തള്ളി പറയാതെ ഇരിക്കുക. വരുന്ന സഹനങ്ങളെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. കാരണം അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണെന്ന് ഓർക്കുക. ഹല്ലേലൂയ. നമ്മുടെ ശുദ്ധീകരണം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കർത്താവ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് നമ്മളെ വേർതിരിച്ചെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നുമൊക്കെ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? അടർത്തി മാറ്റി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. കാരണം ഈശോയെ പ്രതി നമ്മൾ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ ഈശോയേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കരുതെന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ദൈവത്തിന് നമ്മൾ അവരെക്കാൾ ഉപരി സ്ഥാനം കൊടുക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ സ്ഥാനം കൊടുക്കേണ്ട രീതിയിലേ സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈശോ കർത്താവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ, നമ്മുടെ ശുദ്ധീകരണം കഴിയുമ്പോൾ കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മളെ ഒന്ന് വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കും. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്ന ബന്ധങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ആവശ്യമില്ലാത്ത സംസാര രീതികൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം തമ്മിൽ എടുത്തു മാറ്റും. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികം എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് ഈശോ കൊടുക്കത്തില്ല. കാരണം ഈശോ പറയുന്നുണ്ട് അവരുടെ നിക്ഷേപം എന്ന് പറയുന്നത് സ്വർഗത്തിലായിരിക്കും. അവരോട് കർത്താവ് സാമ്പത്തികം കൂട്ടി വെക്കാൻ പറയത്തില്ല. ചില ആളുകൾക്ക് മാത്രമാണ് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? സാമ്പത്തിക മേഖല ക്രമീകരിച്ച് കൊടുക്കത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളെ അവിടെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ രണ്ടാമതായിട്ട് സംഭവിച്ചത് അതായിരുന്നു. വേണ്ടപ്പെട്ട എല്ലാവരെയും കർത്താവ് എടുത്തു മാറ്റി. ഒരു മനുഷ്യർ പോലും ഉണ്ടായിരുന്നില്ല. നിനക്ക് വേറൊരു ബന്ധവും വേണ്ട, അത് എന്നിൽ നിന്നും നിന്നെ
മാറ്റി മാറ്റുന്ന തരത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് എൻ്റെ മേലുള്ള പദ്ധതി പൂർത്തീകരിക്കാൻ ഈ ബന്ധങ്ങൾ തടസ്സമായി നിൽക്കും. കാരണം നമ്മൾ അധിക ബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഒരുപാട് നമ്മൾ കൂട്ടുകെട്ടുകളുണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ചെന്നുപെടും. ലൗകിക മോഹങ്ങളിലേക്ക് നമ്മൾ ചെന്നുപെടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നാവിനെ നമ്മൾ ദുരുപയോഗം ചെയ്യും. വാക്കുകളിലൂടെ നമ്മൾ സംസാരിക്കുന്നത് അല്ലേ, കൂടുതലായിട്ട് നമ്മൾ വാക്കുകളിലൂടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു ദൈവവിളിയുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ചുറ്റുവട്ടത്ത് നമ്മുടെ വേണ്ടപ്പെട്ടവരെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, അവരിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടാവും. അതായത് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി, ഒരു ഇറിറ്റേഷൻ, അതായത് നിങ്ങളുടെ എനർജി ആ വ്യക്തി വലിച്ചെടുക്കുന്നത് പോലെ, അതായത് നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ വളരെ ഹാപ്പി ആയിരുന്നു, ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് എനർജി നഷ്ടപ്പെട്ടു പോകുന്നു, എന്തോ ഒരു ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആളെ നിങ്ങൾ എന്ത് ചെയ്യണം, താൽക്കാലികമായിട്ട് അവരുമായിട്ടുള്ള സമ്പർക്കം അവോയ്ഡ് ചെയ്യുക, അവരുമായിട്ടുള്ള സമ്പർക്കം മാറ്റി വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ചേർത്ത് പിടിക്കണം. ഇനി ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ചേർത്ത് പിടിക്കുന്നവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളെ വളരെയധികം സൂക്ഷിച്ച് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അടുത്തത് ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവവിളിയുള്ളവരുടെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിരിക്കും. അതായത് അവരുടെ ശുദ്ധീകരണം കഴിഞ്ഞു, അതോടൊപ്പം തന്നെ ഈശോയെ കൂടുതൽ അടുക്കാൻ വേണ്ടി ഈശോ അവരെ പല ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തി ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു ഭവനത്തിലേക്കോ മാറ്റി നിർത്തുന്നതായിരിക്കും. മൂന്നാമതായിട്ട് അവർക്ക് സന്തോഷം കൊടുക്കുക, ആത്മീയമായിട്ടുള്ള ആനന്ദം കൊടുക്കുക, അതായത് അവരെ പ്രാർത്ഥനയിൽ വളർത്തുക എന്ന് പറയും. അങ്ങനെയുള്ള ആളുകൾ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. അവരെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ഈശോ അവർക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ജപമാലയിലൂടെയും ഒക്കെ പ്രേയറുകൾ കർത്താവ് തന്നെ കൊടുക്കും. അപ്പോൾ അവർ പ്രാർത്ഥനയിൽ വളരാൻ തുടങ്ങും തോറും അവരുടെ ജീവിതത്തിൽ അവർക്ക് ആനന്ദം ലഭിക്കാൻ തുടങ്ങും, സന്തോഷം. ചില ആളുകൾക്ക് അടയാളങ്ങൾ ലഭിക്കും, ചില ആളുകൾക്ക് പ്രസൻസ് ലഭിക്കും, അവരുടെ ശുദ്ധീകരണം അനുസരിച്ച് ചില ആളുകൾക്ക് വരങ്ങൾ ലഭിക്കും, ഫലങ്ങൾ കൂടുതലായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒന്നാണ് ദൈവിക ഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ഫലങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഈശോ ആ വ്യക്തിയെ തിരഞ്ഞെടുത്തു, ആ വ്യക്തിക്ക് ഇതുപോലുള്ള ശുദ്ധീകരണം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഈ നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടുകയല്ല വേണ്ടത്, അവിടെ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ദൈവവിളിയാണ്. അപ്പം ഇവിടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഈശോ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? ഈശോയ്ക്ക് സ്വന്തമാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ മുഖത്തെ സന്തോഷം കെടുന്നില്ല. അതായത് ആര് നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, തല്ലിക്കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ പ്രതി മരിക്കാൻ വരെ തയ്യാറാവുന്നതാണ്. മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും, പ്രാർത്ഥനയിൽ വളർന്നിട്ടുണ്ടാവും. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് എത്തിക്കുന്നത്, പ്രാർത്ഥനയാണ് മൂന്നാമത്തെ ഘട്ടം. അപ്പോൾ അതാണ് എല്ലാ വിശുദ്ധീകരണം കഴിഞ്ഞിട്ടാണ് ഈശോ നമ്മളെ ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരുക്കുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? യഥാർത്ഥത്തിലൊരു ദൈവവിളിയുടെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അത് കുറേ നാളുകൾ എടുത്ത ശേഷമാണ് കേട്ടോ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ കർത്താവ് നമ്മളോട് പറയാനാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെയധികം ക്ഷമ എന്ന് പറയുന്ന ഒന്ന് നമുക്കിവിടെ ആവശ്യമാണ്. ക്ഷമയോടുകൂടി ഈ സഹനത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക വേണ്ടത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ ആനന്ദം നശിക്കുന്നില്ല. ദൈവവിളിയുള്ള ആളുകളുടെ മുഖത്ത് എപ്പോഴും പ്രസൻസ് ഫീൽ ചെയ്യും. അതുമാത്രമല്ല, അവരെന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് ചോദിക്കും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും ദൈവത്തോട് ചോദിക്കും. അവരെപ്പോഴും ദൈവത്തോട് സംസാരിക്കും, അപ്പോൾ ഇടപഴകും. ഇങ്ങനെയുള്ള ആളുകൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ്. കാരണം അവർ ദൈവത്തെ ഭയക്കുന്നു. ദൈവവുമായിട്ടുള്ള, അതായത് എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ഇൻവോൾവ് ചെയ്യാൻ, ദൈവത്തെ അതായത് അവരതിനകത്തേക്ക് കൊണ്ടുവന്ന് ദൈവവുമായുള്ള ബന്ധം വളരെയധികം വലുതാക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്,
അവർ ആഗ്രഹങ്ങൾ ചോദിക്കത്തില്ല. ഈശോയുടെ ഹിതമാണ് അന്വേഷിക്കുന്നത്. അവർ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കണം, ഈശോയ്ക്ക് കൊടുക്കേണ്ടത് എന്താണ്? നമ്മൾ കൊടുക്കേണ്ടത് വേറൊരു ഭക്തിയല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹമാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ദൈവത്തിന് സ്നേഹമാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ദൈവം പ്രസാദിക്കുന്ന എപ്പോഴാണ്? നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ മാത്രമല്ല, ദൈവിക നിയമങ്ങളെ അനുസരിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളിൽ ദൈവം കൂടുതൽ പ്രസാദിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ അറിവിൽ നിന്നുകൊണ്ട്, ദൈവം തന്നിരിക്കുന്ന അറിവിൽ നിന്നുകൊണ്ട്, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ ഇതേ മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിരാശപ്പെടുകയേ വേണ്ട കേട്ടോ. വളരെ സന്തോഷത്തോടെ ഇരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.